ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഇന്നിടുന്ന ഡ്രസ്സിനനുസരിച്ച് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി ഹെയർ സ്റ്റൈൽസ് കാണാം, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നത്, വളരെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ടീത്തിന് അകലമുള്ള ടൈപ്പ് ചീപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മുടി ഈ രീതിയിൽ ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്യുക. ഒരുപാട് ഇങ്ങനെ അമർത്തി ചെയ്യണ്ട, ജസ്റ്റ് ഒരു ലെയർ മാത്രം കിട്ടുന്ന രീതിയിൽ, ഒരു പാറ്റേൺ കിട്ടുന്ന രീതിയിൽ ഒന്ന് ചീകിയെടുക്കുക. അങ്ങനെ ഇരുവശവും അതുപോലെ ചീകിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്ന് അതിനെ മടക്കി മുകളിലേക്ക് ആക്കിയിട്ട് ഒരു ക്ലോ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്, എന്നാൽ കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലുമാണ് ഇത്. കേളി ഹെയർ ഉള്ളവരായിക്കോട്ടെ, ഏത് ടൈപ്പ് ഹെയർ ഉള്ളവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ടല്ല, എന്നാൽ പോലും നമ്മുടെ ഒരു ഷോൾഡർ ലെങ്ത് വരെ ഹെയർ ഉള്ളവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണിത്. ഇനി മുടി പറ്റിച്ചിങ്ങനെ ചീപ്പുന്നതിന് പകരമായിട്ട് ഈ രീതിയിലൊന്ന് കോംബ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് കുറച്ച് ഹെയർ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ എൻ്റെ ഹെയർ അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിപ്പോഴുള്ളതല്ല, കുറച്ച് നാൾ മുന്നേ ഉള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ഹെയർ ഇതുപോലെ കോംബ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മളിങ്ങനെ പാർട്ടീഷനൊന്നും എടുക്കുന്നില്ല, നേരെ ഇങ്ങനെ ചീകിയിട്ട് എടുക്കുക. എന്നിട്ട് അതിനൊരു ഹെയർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് അതിനെ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഒരു ലെയർ ഹെയർ ഇതുപോലെ എടുക്കുക, ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ മുകളിൽ മാറ്റി വെച്ച ആ ഒരു ഹെയർ എടുത്തിട്ട് അതിനെ 2 പാർട്ടാക്കി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടാമത് നമ്മൾ കെട്ടിയ ആ ഒരു പാർട്ട് ഹെയർ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. കണ്ടില്ലേ? ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഹെയർ ഇത്രയും കൂടെ എടുത്തിട്ട് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റിപ്പീറ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്ത സാധനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. ഇത് നമുക്ക് മുടിയുടെ താഴെ വരെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിപ്പോൾ പകുതി വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് കാണുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നെങ്കിലും ഒരു വട്ടം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഒരുപാട് താഴേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കൈയൊക്കെ കഴിക്കും. അപ്പോൾ ഈ പകുതി പോർഷൻ മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ടിട്ട് ചെയ്താലും മതി. അപ്പോൾ താഴേക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഇപ്പോൾ അധികം ഇല്ലാത്ത ഹെയറൊക്കെ ആണെങ്കിൽ മുടി നല്ല തിക്കായിട്ടിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വിടർന്നിരിക്കുന്നത് കണ്ടോ. ഇതൊന്നും ഇങ്ങനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കട്ടോ. എൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇത് കിട്ടും. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഓരോ സെക്ഷൻ ഹെയർ ഒന്ന് മാറ്റി സെക്യൂർ ചെയ്ത് വെച്ചേക്കുക. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഹെയർ എല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കെട്ടുക. എന്നിട്ട് ആ ഹെയർ ബാൻഡ് ഒന്ന് താഴേക്ക് ആക്കുക. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ഹോൾ പോലെ ഒരു സ്പേസ് കിട്ടും. അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഈ ഹെയർ എല്ലാം കൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് സൈഡിൽ മാറ്റി വെച്ച ആ ഒരു ഹെയർ ഉണ്ടല്ലോ, അതിനെ എടുത്തിട്ട് അതിനെ 3 സെക്ഷനാക്കുക. എന്നിട്ട് നോർമലായിട്ട് പിന്നുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഓരോ സെക്ഷൻ ഹെയർ എടുത്തിട്ട് അതിനോടൊപ്പം ചേർത്ത് പിന്നിക്കൊണ്ട് വരിക. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് പിന്നി വെച്ച ഒരു ഹെയർ ഉണ്ടല്ലോ 2 സൈഡിൽ നിന്നും, അപ്പോൾ അത് നമ്മൾ നേരത്തെ ആ ബാക്കിൽ കെട്ടിവെച്ച മുടിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2ൻ്റെയും അറ്റം ബാക്കിൽ ചേർത്തിട്ട് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കെട്ടി ടൈറ്റാക്കി വയ്ക്കാം. അപ്പോൾ അത് ഊരി പോകത്തൊന്നുമില്ല, നല്ല ഫിക്സ് ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഹെയർ സ്റ്റൈല് കുറച്ച് ഇങ്ങനെ കളറൊക്കെ ചെയ്ത ഹെയറൊക്കെ ആണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഹെയറിൽ എത്രത്തോളം ഇത് എടുത്തറിയുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ ചെയ്തിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ചെയ്താൽ നല്ല രസമായിരിക്കും. ആ ഒരു പാറ്റേൺ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മളിപ്പോൾ വെറുതെ മുടി ഇങ്ങനെ ബാക്കിലേക്ക് വെച്ച് കെട്ടുന്നതിനേക്കാൾ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രണ്ടിൽ നിന്നും ഈ ഒരു സെക്ഷൻ 2 സൈഡിൽ നിന്നും എടുത്തിട്ട് അതിനെ ഒന്ന് മാറ്റി വെച്ചേക്കുക. കണ്ടില്ലേ, ഇതുപോലെ. ഇതൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ്.
ഇനി നമുക്ക് ബാക്കിലുള്ള ഒരു ഹെയർ ഉണ്ടോ, ഇതിനെ ഇങ്ങനെ നേരെ ചീകിയിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഒരു പോർഷൻ ഹെയർ ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു ഹെയറില്ലേ, അപ്പോൾ അതിൽ നിന്നും ഒരു പകുതി, നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ പകുതി പോർഷൻ ഹെയർ എടുത്താൽ മതി. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ സെക്ഷൻ ഹെയർ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഹെയർ എടുത്തിട്ട് അഴിച്ചിടുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈൽ നമ്മളിപ്പോൾ ഒരു കുർത്തിയോ അല്ലെങ്കിൽ ഒരു സൽവാർ സ്യൂട്ടോ അല്ലെങ്കിൽ ഒരു മാക്സി ഡ്രസ്സോ അല്ലെങ്കിൽ ജീൻസ് ആൻഡ് ടോപ്പോ ഇതിൻ്റെ കൂടൊപ്പം ഒക്കെ ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അതിന് സ്യൂട്ടാവുന്ന ടൈപ്പ് ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ നിങ്ങൾ ഇത്തരം ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പോകുന്ന ദിവസം ഇത് ട്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരത്തെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഇന്ന് കണ്ട ഈ ഹെയർ സ്റ്റൈൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.